ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 1910 ഓഗസ്റ്റ് മാസത്തിലെ കർത്തവാവ് ദിനം ഗർഭിണിയായ മറിയത്തിന്റെ ദേഹത്ത് രാത്രിയിൽ ഒരു ചേരപ്പാമ്പ് ചുറ്റി. 19-ാം തീയതി പ്രസവം നടന്നു. സുന്ദരിയായ ഒരു പെൺകുഞ്ഞ്. എന്നാൽ അമ്മ 3 മാസമേ ജീവിച്ചുള്ളൂ. ആ കുഞ്ഞ് സഹനത്തിലൂടെ വളരുകയായിരുന്നു. വിശുദ്ധ കൊച്ചുവേശ്യയുടെ ജീവിതം വായിച്ചപ്പോൾ ഒരു സിസ്റ്റർ ആകണമെന്നും ഒരു വിശുദ്ധയാകണമെന്നും അവൾ നിശ്ചയിച്ചു. വിവാഹാലോചനകൾ വരുന്നു. തന്റെ സൗന്ദര്യം പ്രതിബന്ധമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഉടനെ തന്റെ പാദം അല്പം വിരൂപമാക്കാൻ ഉമി കത്തിക്കുന്ന കുഴിയിലേക്ക് കാലൊന്ന് താഴ്ത്തി. വീണുപോയി. മുട്ടുവരെ തീയിൽ. ഒരു കണക്കിന് രക്ഷപ്പെട്ടു. തുണി കൊണ്ട് കാല് തുടച്ചു. അതോടെ തൊലി മുഴുവനും ഉരിഞ്ഞുപോയി. വൈദ്യൻ വരും. പഴുപ്പ് നീക്കം ചെയ്യും. വിരലുകളുടെ ഇടയൊക്കെ ഒട്ടിച്ചേർന്ന ഭാഗത്തുള്ള പഴുപ്പ് വലിയ വേദനയാണ് അത് നീക്കുമ്പോൾ. വേദനാസംഹാരി ഇല്ല എന്ന് നാം ഓർക്കണം. പിന്നീട് ആ കുഞ്ഞ് സിസ്റ്ററായി വളരെ സഹനങ്ങളിലൂടെ കടന്നു ഇന്ന് സ്വർഗത്തിലാണ്. ആരാണ് ഈ കുഞ്ഞ്? ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം രോഗം സഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അവിടെ ആശ്വസിപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. വിശ്വസിക്കുക. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പ നിങ്ങളെ പൊതിയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.